ഒരേ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിവാതകത്തിന് ഗുജറാത്തിലെ ദഹേജിലും കൊച്ചിയിലും 2 വില ഈടാക്കുന്നതിന് ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് സെമിനാറിൽ ഉയർന്നത്. ദീർഘകാലത്തേക്ക് വാറ്റ് നികുതി ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കണം. ഇറക്കുമതി ചെയ്യുന്ന പ്രകൃതിവാതകത്തിനും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിവാതകത്തിനും വില ഏകീകരണം നടത്തണമെന്ന ആവശ്യവും സെമിനാറിൽ ഉന്നയിച്ചു. അത് ഈ പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന കാര്യത്തിൽ, അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ താമസമുണ്ടായി. അതുകൊണ്ട് ഇതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് കൂടി. ഞാൻ തുറന്നു പറയട്ടെ, ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി തയ്യാറായിരുന്നില്ല. കാരണം ആ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശിച്ച വിധത്തിൽ കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. ഇന്നും കൊണ്ടുവന്ന LNG അവിടെ ഇരിക്കുകയാണ്. ഇവിടെ രമേശൊക്കെ ഉണ്ട്. അത് വിറ്റ് തീർക്കണം. ഖത്തറിലെ റാസ് കമ്പനിയുമായി ദീർഘകാല കരാർ ഒപ്പിട്ടത് മൂലമാണ് ദഹേജിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാതകത്തിന് വില കുറയാനുള്ള കാരണമെന്ന് സെമിനാറിൽ പങ്കെടുത്ത MP സുകുമാരൻ നായർ പറഞ്ഞു. ഗ്യാസിന്റെ സാധ്യതകൾ ഒന്ന്, വില കുറഞ്ഞ ഒരു ഇന്ധനം എന്നുള്ള നിലയ്ക്ക് ലഭ്യമാകുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മുടെ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധനത്തിന്റെ വില $2.5 മുതൽ $4 വരെയാണ്. അതിപ്പോ ഈ ഏപ്രിൽ 1 മുതൽ ഗവൺമെന്റ് തീരുമാനപ്രകാരം $8 ആകുകയാണ്. $8 ആണെങ്കിലും നമ്മുടെ നാഫ്തയുടെ ഇപ്പോഴത്തെ വില $29 ആണ്. ആ നിലയ്ക്ക് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലാഭകരമായ ഒരു ഇന്ധനമാണ് വ്യവസായങ്ങൾക്ക് മറ്റു മേഖലകൾക്കൊക്കെ. പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ തുടക്കം കുറിക്കാനും സാധിക്കും. എക്സിസ്റ്റിംഗ് സ്ഥാപനങ്ങൾക്ക് വളരെ ലാഭകരമായി, ഊർജ്ജമായിരിക്കും മിക്കവാറും വ്യവസായങ്ങളുടെയൊക്കെ അടിസ്ഥാനമായ ഒരു ചെലവ്, അത് ഗണ്യമായ കുറവ് വരുന്നുണ്ട്. അവിടെ ലാഭം വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. 4500 കോടി മുതൽ മുടക്കിയ ഒരു പദ്ധതി അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സെമിനാറിൽ KCCI ചെയർമാൻ EP ജോർജ്, S ശർമ്മ MLA, ഗെയിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ PK രമേശ് എന്നിവർ പങ്കെടുത്തു.